നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഈ കഴിഞ്ഞിടെ ഞാൻ അപ്ലോഡ് ചെയ്ത ലോകം വീണ്ടും അനലോഗിലേക്കോ ആ ഒരു വീഡിയോയ്ക്ക് കിട്ടിയ പിന്തുണ അതിന് ആദ്യം തന്നെ ഞാൻ നിങ്ങളോട് നന്ദി അറിയിക്കുവാണ്. ഞാൻ അവസാനം ഈ വീഡിയോയുടെ സ്റ്റാറ്റിക്സ് അനലൈസ് ചെയ്യുമ്പോൾ ഏകദേശം 32,000-ഓളം പേര് വീഡിയോ കണ്ടതായിട്ട് അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ വളരെയധികം കമന്റുകളും ലൈക്കും എല്ലാം ആ വീഡിയോയ്ക്ക് കിട്ടി. അപ്പൊ ആ ഒരു പിന്തുണ എന്ത് തന്നെയായാലും തീർച്ചയായിട്ടും മുന്നോട്ട് ഇതുപോലുള്ള വീഡിയോകൾ ചെയ്യാനുള്ള ഒരു പ്രേരണ തന്നെയാണ്. അതിന് പ്രത്യേകം നന്ദി പറയുന്നു. എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ആ ഒരു വീഡിയോയിൽ ഏകദേശം 75% ആൾക്കാരും പഴയ അനലോഗിനെ ഇഷ്ടപ്പെടുന്നവരാണ്. അതുപോലെ ആംപ്ലിഫയറിന്റെ കേസ് എടുത്താലും പണ്ടത്തെ ക്ലാസ് എ അല്ലെങ്കിൽ ക്ലാസ് എ ബി ആംപ്ലിഫയറിന് കൂടുതൽ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് നമ്മളൊരു സർവേ നടത്തിയപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചു. ഒരു 25% ആൾക്കാർ ക്ലാസ് ഡി എ ഇഷ്ടപ്പെടുന്നവരാണ്. ഒരിക്കലും ഞാനത് കുറ്റം പറയുന്നില്ല. ഞാൻ ടെക്നോളജിക്ക് എതിരല്ല, ടെക്നോളജിയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാൾ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും എന്ത് തന്നെയായാലും നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നല്ല ഭാഷയിലായിരിക്കണം എന്ന് മാത്രം, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ അപ്ലോഡ് ചെയ്ത ആ ഒരു വീഡിയോയിൽ വളരെയധികം ആൾക്കാർ ചോദിച്ച കുറച്ച് സംശയങ്ങളും അതിന്റെ മറുപടിയും കൂടെ ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പൊ തീർച്ചയായിട്ടും അതിന് ആൻസർ നമുക്ക് തരേണ്ടതുണ്ട്, അതിനുള്ള ഒരു ബാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആൻസർ ചെയ്യുന്നത്. അത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചിട്ടുള്ള മാഷെ, നിങ്ങളിപ്പോൾ ഉപയോഗിക്കുന്ന ഫോണിനകത്തും ബ്ലൂടൂത്ത് ഹെഡ്സെറ്റിനകത്തും ഈ പറയുന്ന ഹോം തിയേറ്റർ എല്ലാ സിസ്റ്റത്തിലും ക്ലാസ് ബി ഉപയോഗിക്കുന്നത്, എവിടെയെങ്കിലും എ അല്ലെങ്കിൽ എ ബി ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ടോ? അപ്പൊ അതിന് ഏറ്റവും നല്ലൊരു ആൻസർ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഡിവൈസുകൾ, പ്രത്യേകിച്ച് സ്മാർട്ട് ഫോൺ ആയിക്കോട്ടെ, ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഡിവൈസുകളിലെല്ലാം നമുക്ക് വളരെ ഒതുക്കത്തിൽ വളരെ കുറഞ്ഞ ഫോം ഫാക്ടർ, അതായത് ഫിസിക്കൽ ഡയമെൻഷൻ വളരെ കുറച്ച് മാക്സിമം പവർ ഡെലിവറി ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് ക്ലാസ് ഡിക്ക് ഉള്ളത്. അതുപോലെ തന്നെ ഇതിനെല്ലാം ഉപരി ഹീറ്റ് ഡിസ്പേഷൻ വളരെ കുറവാണ്. പ്രത്യേകിച്ച് നമുക്ക് ലോ ഫ്രീക്വൻസി റേഞ്ച്, ബേസ് റേഞ്ചിലൊക്കെ നല്ല രീതിയിലുള്ള റെസ്പോൺസ് അതിന് കൊടുക്കാൻ സാധിക്കും. അപ്പൊ ഈ കാരണങ്ങളൊക്കെ കൊണ്ടാണ് ക്ലാസ് ഡി നമ്മൾ ഈ പറയുന്ന കോമ്പാക്റ്റ് ആയിട്ടുള്ള ഡിവൈസിനകത്തൊക്കെ കൊണ്ടുവന്നത്. അപ്പൊ നമ്മുടെ ഈ എഫിഷ്യൻസി വേഴ്സസ് ഫിഡിലിറ്റി, ഈ ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് ഒരു തമാശ രൂപത്തിൽ പറഞ്ഞു തരാം. അപ്പൊ ശ്രദ്ധിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് വളരെ പെട്ടെന്ന് ക്ലിക്ക് ആവും. നഗരത്തിൽ തട്ടുകട നടത്തുന്ന 2 വ്യക്തികളാണ്, ഒന്ന് മുത്തു, ഒന്ന് രാജു. മുത്തുവിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ മുത്തു തട്ടുകടയിൽ തട്ടുദോശ ചൂടാൻ വേണ്ടി മിക്കപ്പോഴും ഗ്യാസ് ഓൺ ആക്കി തന്നെ കല്ല് ചൂടാക്കി എപ്പോഴും വയ്ക്കും. അപ്പൊ മുത്തുവിന്റെ കടയിൽ വരുന്ന കസ്റ്റമേഴ്സിന് ലൈവായിട്ട് തന്നെ ദോശ ചുട്ടു കൊടുക്കാം, പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അത് തന്നെ ടേസ്റ്റും ഉണ്ട്. പക്ഷെ മുത്തുവിന്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഗ്യാസ് പെട്ടെന്ന് തീർന്നു പോകും. അതായത് മുത്തുവിന്റെ കടയുടെ ഒരു എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ വളരെയധികം കുറവായിരിക്കും. കാരണം എപ്പോഴും ഗ്യാസ് ഓൺ ആണ്, പക്ഷെ ലൈവായിട്ട് ചുട്ടു കൊടുക്കുന്നുണ്ട്, ടേസ്റ്റോടെ കഴിക്കാനും പറ്റുന്നുണ്ട്. ഇനി രാജുവിന്റെ കേസ് എടുക്കുവാണെങ്കിൽ കസ്റ്റമർ വരുവാണെങ്കിൽ മാത്രമേ ഗ്യാസ് ഓൺ ആക്കത്തുള്ളൂ, കസ്റ്റമർ പോയ ഉടനെ ഓഫ് ആവും. അപ്പൊ നമ്മുടെ ഈ രാജുവിന്റെ തട്ടുകടയുടെ സിസ്റ്റം നോക്കുവാണെങ്കിൽ എഫിഷ്യൻസി വളരെ കൂടുതലാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, കസ്റ്റമേഴ്സ് വളരെ പെട്ടെന്ന് വരുവാണെങ്കിൽ, അതായത് ഒരാൾ പോയി ഒരു 2-3 മിനിറ്റിനകം അടുത്ത ആൾ വരുമ്പോൾ വീണ്ടും ഗ്യാസ് കത്തിക്കണം. അപ്പോൾ ഒരു പക്ഷേ ഈ ദോശ വേണ്ട രീതിയിൽ വെന്ത് കിട്ടണമെന്നില്ല. ഏതാണ്ട് ഇതേ അവസ്ഥ തന്നെയാണ് ക്ലാസ് എയും ക്ലാസ് ബിയും തമ്മിലുള്ള വ്യത്യാസം. അതായത് ക്ലാസ് എ ആംപ്ലിഫയറിന്റെ കേസിൽ ഇൻപുട്ട് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ട്രാൻസിസ്റ്റർ കണ്ടക്ടിങ് മോഡിലായിരിക്കും. അതായത് എപ്പോഴും ആക്റ്റീവ് ആണ് അവൻ, എപ്പോൾ സിഗ്നൽ കിട്ടിയാൽ അന്നേരം കിച്ചിക്കുള്ളൂ. പക്ഷെ ക്ലാസ് ഡിയുടെ കേസ് അതല്ല, ഇൻപുട്ടിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഔട്ട്പുട്ട്. ഇൻപുട്ട് ഒന്നുമില്ലാത്തപ്പോൾ പൂർണ്ണമായിട്ടും ഓഫ് ആയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വളരെ കുറഞ്ഞ റേഞ്ചിലുള്ള സിഗ്നലിനെ ചിലപ്പം സാമ്പിൾ ചെയ്ത് കിട്ടണമെന്നില്ല. അപ്പൊ അത് കാരണം ആ കമ്പോണന്റ് അവിടെ മിസ്സിംഗ് ആവും. അതുപോലെ ഹൈ ഫ്രീക്വൻസിയിൽ വരുന്ന തരംഗങ്ങളെ ചിലപ്പോൾ സാമ്പിൾ ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് ആ ഒരു ഗ്യാപ്പിൽ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. പക്ഷെ നമ്മുടെ ടെക്നോളജി അഡ്വാൻസ് ആവുന്നതനുസരിച്ച് അതിലൊക്കെ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും നമ്മൾ 100% ക്ലാസ് എയോ അല്ലെങ്കിൽ ക്ലാസ് ബിയോട് അടുത്ത് ഒരിക്കലും ക്ലാസ് ഡി നിൽക്കത്തില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതൊരു പ്രകൃതി നിയമമാണ്. ഇപ്പൊ നിങ്ങൾക്ക് സ്വർണം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെയധികം റിസോഴ്സ് ഉപയോഗിച്ച് വളരെയധികം എനർജി യൂസ് ചെയ്ത് കൺസ്യൂം ചെയ്തിട്ട് വേണം നിങ്ങൾക്ക് വളരെ 1 ഗ്രാം സ്വർണം കിട്ടണമെങ്കിൽ. പക്ഷെ നിങ്ങൾക്ക് ഇരുമ്പ് എടുക്കണേ അത്ര അധ്വാനത്തിന്റെ ആവശ്യമില്ല. അതായത് ഔട്ട്പുട്ട് നിങ്ങൾ ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അനലോഗ് ആംപ്ലിഫയർ തന്നെ നമുക്കത് പ്രിഫർ ചെയ്യാം. ഇനി അതല്ല, ഒരു ഡിജിറ്റൽ ഗാഡ്ജറ്റ് വളരെ കോമ്പാക്റ്റ് ആണ്, അതുപോലെ ബാറ്ററി ഓപ്പറേറ്റഡ് ഡിവൈസ് ആണ്, പിന്നെ നിങ്ങൾക്ക് ബേസ് റേഞ്ചിന് നല്ല പഞ്ചി എഫക്റ്റ് ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ക്ലാസ് ഡി തന്നെ ചൂസ് ചെയ്യാം. എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഉണ്ട്. ഒന്നൊന്നിന് മെച്ചമൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ രണ്ടും ഉപയോഗിക്കേണ്ട സന്ദർഭം അറിഞ്ഞ് നിങ്ങൾ ഉപയോഗിക്കണം. അപ്പൊ ആ ഒരു കാര്യമാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഇനി മറ്റൊരു ഉദാഹരണം നോക്കുവാണെങ്കിൽ SMPS ആണോ നല്ലത്, അതോ പണ്ടത്തെ ട്രാൻസ്ഫോമർ ടൈപ്പ് പവർ സപ്ലൈ ആണോ നല്ലത്? സ്വാഭാവികമായിട്ടും എല്ലാവരും 90% ഞാൻ ഉൾപ്പെടെ പറയാൻ സാധ്യതയുള്ള SMPS തന്നെയാണ്. പക്ഷെ നമുക്ക് ചില സന്ദർഭങ്ങളിൽ SMPS ഉപയോഗിക്കാൻ പറ്റാതെ വരുന്നുണ്ട്.
പ്രത്യേകിച്ച് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള RF സർക്യൂട്ടുകൾ അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ സിസ്റ്റംസ്, ഇവിടെയൊക്കെ നോയിസിന്റെ ഒരു അംശം പോലും കാണാൻ പാടില്ല. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് സ്വിച്ചിങ് റെഗുലേറ്റർ പറ്റത്തില്ല, അല്ലെങ്കിൽ അത്രമേൽ കോസ്റ്റ്ലി ആയിട്ടുള്ള വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള SMPS വയ്ക്കേണ്ടി വരും. പക്ഷെ ഒരു സാധാരണ ഒരു കോസ്റ്റും ക്വാളിറ്റിയും ഒക്കെ നോക്കുവാണെങ്കിൽ ആ ഒരു സമയത്ത് നമുക്ക് ട്രാൻസ്ഫോമർ പവർ സപ്ലൈ തന്നെയാണ് ബെറ്റർ, അതായത് ലീനിയർ പവർ സപ്ലൈ. അപ്പൊ SMPS ലൈറ്റ് വെയിറ്റ് ആണ്, കൊണ്ട് നടക്കാൻ എളുപ്പമാണ്, എന്താ പറയുന്നത്, കുറഞ്ഞ ഫോം ഫാക്ടറിൽ കൂടുതൽ പവർ പ്രൊഡ്യൂസ് ചെയ്യും, സംഗതിയൊക്കെ ശരിയാണ്. പക്ഷെ നമുക്ക് അത് പറഞ്ഞ് നമുക്ക് ട്രാൻസ്ഫോമറിനെ തള്ളിക്കളയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഇവിടെ ട്രാൻസ്ഫോമർ വളരെ ബൾക്കിയാണ്, നമുക്ക് ഇൻഎഫിഷ്യന്റ് ആണെന്നൊക്കെ പറയാം. പക്ഷെ അതിൽ കിട്ടുന്ന ഒരു റെക്ടിഫൈ ചെയ്ത് ഫിൽട്ടർ ചെയ്ത് കിട്ടുന്ന ഒരു വോൾട്ടേജ് ലെവൽ നോയ്സ് വളരെയധികം കുറവാണ്. അതുപോലെ തന്നെ റെസ്പോൺസ് ടൈം, ഇപ്പം SMPS ആണെങ്കിൽ സട്ടനായിട്ട് ലോഡ് കൊടുക്കുവാണെങ്കിൽ മിക്കവാറും കിടന്ന് കിതയ്ക്കുന്ന കാണാം. നല്ലൊരു SMPS അല്ലെങ്കിൽ, അതായത് റീസ്റ്റാർട്ട് ആവും, വീണ്ടും പവർ കൊടുക്കും, റീസ്റ്റാർട്ട് ആവും. അപ്പൊ അങ്ങനെയാണ് മിക്ക SMPSും നമ്മൾ ഹെവി ലോഡ് കൊടുക്കുമ്പോൾ ഇനിഷ്യലി കാണുന്നത്, ജെർക്കിങ് പോലെ. പക്ഷെ ആ ഒരു പ്രശ്നം നമ്മുടെ ഈ ലീനിയർ പവർ സപ്ലൈ കാണുന്നില്ല. നമ്മൾ ലോഡ് സഡനായിട്ട് കൊടുത്തെന്ന് പറഞ്ഞാലും അതിന്റെ കപ്പാസിറ്റി, അതായത് അതിനെ ഒന്ന് താങ്ങി നിർത്താനുള്ള ശേഷി അതിനുണ്ട്. അപ്പം റെസ്പോൺസ് ടൈം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഡിജിറ്റലിനെക്കാട്ടിലും വളരെ ഫാസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന അനലോഗ് തന്നെയാണ്. അത് അന്നും ഇന്നും എന്നും അങ്ങനെ തന്നെയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, രണ്ട് ബൈനറി സംഖ്യകൾ തമ്മിൽ കൂട്ടുമ്പോൾ കിട്ടുന്ന റിസൾട്ട് കിട്ടുന്നതിനെക്കാട്ടിലും വളരെ ഫാസ്റ്റ് ആണ് രണ്ട് കറണ്ട് തമ്മിൽ സം ചെയ്യുന്നത്. അവിടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അനലോഗ് സിസ്റ്റം വളരെ ഫാസ്റ്റ് ആണ്. പക്ഷെ ലിമിറ്റേഷനും അപ്പൊ നമ്മൾ കൺസിഡർ ചെയ്യണം. പവർ കൂടുതൽ എടുക്കും, സ്പേസ് വളരെ കൂടുതൽ വേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ള കൺസേണുകൾ നമ്മൾ തീർച്ചയായിട്ടും പരിഗണിക്കേണ്ടതുണ്ട്. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് ഇലക്ട്രോണിക്സ് ടെക്നോളജി, അത് അന്നും ഇന്നും വന്ന മാറ്റങ്ങൾ. അപ്പൊ എന്തായാലും നമ്മുടെ ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പല ജനറേഷനിലുള്ള ആൾക്കാരായിരിക്കും. അതായത് പണ്ടത്തെ 80s കാണും, 90 കിഡ്സ് കാണും, അതുപോലെ ജെൻസ്, ജെൻസി, ജെൻ ആൽഫ എല്ലാവരും കാണും. അപ്പൊ എന്തായാലും നിങ്ങളുടെ ആ ഒരു ഏജ് റേഞ്ച് ഏതാന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്തേക്കുക. അപ്പൊ നമുക്കൊരു അറിയാലോ ഏതൊക്കെ ഓഡിയൻസ് ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആയിട്ടുള്ളത് എന്നുള്ളത്. അപ്പൊ ധൈര്യമായിട്ട് ആ ഒരു കാര്യമൊക്കെ ചെയ്തോളൂ. ആദ്യം തന്നെ പറയട്ടെ, ഞാനൊരു 90 കിഡ്സ് ആണ്. അപ്പൊ എന്റെ ജനിച്ച ആ ഒരു കാലഘട്ടം തുടങ്ങി ഇപ്പൊ വരെയുള്ള ടെക്നോളജി വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നേരിട്ട് അറിയാൻ സാധിച്ചിട്ടുള്ള ഒരാൾ തന്നെയാണ്. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പൊ തീർച്ചയായിട്ടും താല്പര്യം, നിങ്ങൾ ഇത്രയും നേരം വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബാക്കിയുള്ള സമയങ്ങൾ നിങ്ങൾ വീഡിയോ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം അത്രയ്ക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ്. അതിൽ ഒന്നാമത്തെയാണ് ഇലക്ട്രോണിക്സ് ഹോബി സർക്യൂട്ടിൽ വന്ന മാറ്റങ്ങൾ. അത് വളരെ രസകരമായിട്ട് ഞാൻ പറഞ്ഞുതരാം. പിന്നെ 2, നമ്മുടെ സർവീസ് സെക്ടറിൽ വന്നിട്ടുള്ള വ്യത്യാസങ്ങൾ, അതായത് പണ്ടത്തെ സർവീസിങ് ഇപ്പോഴത്തെ സർവീസിങ് താരതമ്യം. പിന്നെ 3ാമത്തെ ഇലക്ട്രോണിക്സ് പ്രോഡക്റ്റുകളിൽ വന്ന വ്യത്യാസം, അല്ലെങ്കിൽ ആ പ്രോഡക്റ്റിന്റെ ഇൻഡസ്ട്രിയിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് വന്നിട്ടുള്ളത് എന്നുള്ളത്. അപ്പൊ എല്ലാം നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം. അപ്പൊ എല്ലാവരും ഒരു 10-20 വർഷം ഒന്ന് പുറകോട്ട് പോവുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും ഓർമ്മ കിട്ടുന്ന ഒരു കാര്യമാണ് അന്നത്തെ സോൾഡറിങ് ആൻഡ്. നല്ല തടിയുടെ പിടിയുള്ള ഒരു സോൾഡറിങ് ആൻഡ് കാണും. പിന്നെ നല്ല ഒന്നാം തരം പൈൻ പുകയ്ക്കുന്ന, നമ്മുടെ ആ കുന്തിരിക്കം പുകയ്ക്കുന്ന ഒരു മണമുള്ള ഒരു ഫ്ലെക്സ്, പിന്നെ അത്യാവശ്യം ഒരു സീരിയസ് ടെസ്റ്റ് ലാബ്, ഒരു അനലോഗ് മൾട്ടിമീറ്റർ. ഇത്രയായിരുന്നു അന്നത്തെ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട പണിയായുധങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ വയർ സ്ട്രിപ്പറും കട്ടറും അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. ഓക്കെ, അന്ന് ഈ പറയുന്ന പോലെ പോർട്ടബിൾ ആയിട്ടുള്ള ഓസിലോസ്കോപ്പോ DSOയോ ഒന്നും തന്നെ ഇല്ല. അപ്പൊ അന്ന് നമ്മൾ ഹോബി സർക്യൂട്ടുകൾ എന്ന് പറഞ്ഞാൽ ഏതൊരു ഇലക്ട്രോണിക്സ് ഹോബീസിനും താല്പര്യമുള്ള കാര്യമാണ് 555 വെച്ചിട്ട് ഒരു 10 സർക്യൂട്ടെങ്കിലും മിനിമം ഉണ്ടാക്കുക. LED ചേസർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ മൾട്ടിവൈബ്രേറ്റർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഗെയിം കളിക്കുന്ന കൺസോൾ ആയിക്കോട്ടെ, അങ്ങനെ ചെറിയ ചെറിയ ഹോബികളായിരുന്നു അന്നുണ്ടായിരുന്നത്. അപ്പൊ ഒട്ടുമിക്ക ആൾക്കാരുടെ ആദ്യത്തെ ഒരു ഹോബി എന്ന് പറഞ്ഞാൽ ഒരു അസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ ട്രാൻസിസ്റ്റർ വെച്ച് ഉണ്ടാക്കുക. അപ്പൊ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണേ എത്ര പേര് അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നുള്ളത്. അപ്പൊ എന്റെയൊക്കെ ചെറുപ്പത്തിൽ വളരെയധികം ക്രൈസ് ആയിരുന്നു ഈ ട്രാൻസിസ്റ്റർ കളക്ട് ചെയ്യുക. SL100, BC547, BF994, ഇതൊക്കെ മേടിച്ചുകൊണ്ടെന്ന് നമുക്ക് ഇങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യാൻ വേണ്ടി. അപ്പൊ ഒരു എല്ലാവരുടെ കയ്യിൽ ഒരു ചെറിയൊരു ചെപ്പ് കാണും, അതിനകത്ത് ട്രാൻസിസ്റ്റർ, IC, റെസിസ്റ്റർ ഇതെല്ലാം അടുക്കി വെച്ചിട്ടും ഉണ്ടായിരിക്കും. അതുകൂടാതെ അന്നത്തെ ഏറ്റവും വലിയൊരു അതിശയമായിരുന്നു CD40 പറഞ്ഞെടുത്ത് പറഞ്ഞ ICയിൽ നമ്മൾ 555 എന്നുള്ള ക്ലോക്ക് കൊടുത്തിട്ട് ചേസർ ഓടി കത്തിക്കുക എന്നുള്ളത്. അന്ന് ക്രിസ്മസിനും ബാക്കിയുള്ള ഫെസ്റ്റിവലിനൊക്കെ നമ്മൾ അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്തിരുന്നു. പിന്നെ കുറച്ചും കൂടെ ഒരു ധൈര്യം, ഒരു മച്യൂരിറ്റി, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഒരു ചബൂറ്റൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ പവർ ഇലക്ട്രോണിക്സിലേക്ക് നീക്കി. SCR, ട്രയാക്ക് ഒക്കെ ഉപയോഗിച്ച് വലിയ ബൾബുകൾ കത്തിക്കാൻ തുടങ്ങി. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്കും അങ്ങനെയുള്ള ചില അനുഭവങ്ങൾ കാണുമല്ലോ. അതുപോലെ തന്നെ ഇലക്ട്രോണിക്സിൽ താല്പര്യമുള്ള 90 കിഡ്സ് വീട്ടുകാരെ അതിശയിപ്പിക്കുന്ന രീതികളും വളരെയധികം വ്യത്യസ്തമായിരുന്നു. പ്രത്യേകിച്ച് അന്നത്തെ ലാൻഡ് ഫോൺ ടാപ്പ് ചെയ്ത് അവിടെ നിന്ന് സിഗ്നൽ എടുത്തിട്ട് ടേപ്പ് റെക്കോർഡിൽ റെക്കോർഡ് ചെയ്യുക, ടേപ്പ് റെക്കോർഡർ വെച്ചിട്ട് വിവിധ തരത്തിലുള്ള കലാപരിപാടികൾ നടത്തുക, മൈക്ക് സെറ്റ് ഉണ്ടാക്കുക. അങ്ങനെ നല്ലൊരു കാലഘട്ടം തന്നെയായിരുന്നു, സുവർണ്ണ കാലഘട്ടം എന്ന് പറയാം. പിന്നെ അന്നത്തെ ഏറ്റവും വലിയ പരിപാടിയായിരുന്നു ടാങ്കിൽ വെള്ളം നിറഞ്ഞാൽ UM66 IC വെച്ചിട്ട് ഒരു സ്പീക്കറിൽ നിന്ന് ഒരു പാട്ട് കേൾക്കുന്നത്.
പിന്നെ കള്ളം കയറിയാതെ അലാറം അടിക്കുന്ന സർക്യൂട്ട്. പിന്നെ അന്നത്തെ കാലത്ത് നമ്മൾ ഭയഭക്തി ബഹുമാനത്തോടെ കണ്ടിരുന്ന ആൾക്കാരായിരുന്നു റേഡിയോ ടി വി ഒക്കെ നന്നാക്കാൻ വരുന്ന ആൾക്കാർ. പ്രത്യേകിച്ച് അവരെ വളരെ വലിയൊരു സർക്യൂട്ടിനെ ഒരറ്റത്തുനിന്ന് തുടങ്ങി വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ച് കൃത്യത്തെ ഈ ഒരു കമ്പോണന്റ് ആണ് പോയത് കറക്റ്റായിട്ട് ഡീസോൾഡർ ചെയ്ത് വെക്കുമ്പോൾ സംഗതി ശരിയായി. അപ്പം ആ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു റേഡിയോ അസംബിൾ ചെയ്യുവാണെങ്കിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം തുടങ്ങി ഏറ്റവും അഡ്വാൻസ് ആയിട്ടുള്ള കാര്യം വരെ ഓട്ടോമാറ്റിക്കായിട്ട് പഠിച്ചു പോകുമായിരുന്നു. പ്രത്യേകിച്ച് ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് ഇപ്പോൾ RF ആംപ്ലിഫയർ, മിക്സർ, IF ആംപ്ലിഫയർ, ഓഡിയോ ആംപ്ലിഫയർ, അങ്ങനെ ഓരോ സ്റ്റേജുകൾ നമ്മൾ ഇന്റർകണക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ് അവിടെ വരുന്നത് ഇതൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ഇതാണ്, നമുക്ക് വളരെ ഇൻഡെപ്തിൽ, അതായത് ഇലക്ട്രോണിക്സിനെ പറ്റി A to Z നമുക്ക് അറിഞ്ഞു പഠിക്കാൻ പറ്റുന്നുള്ള കാര്യങ്ങൾ. അങ്ങനെയൊക്കെ ആണെങ്കിലും അന്നത്തെ കാലത്തിലും ചില ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഒരു സർക്യൂട്ടിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം, പാരാമീറ്റർ വ്യത്യാസം വരുത്തണം. ഇപ്പോൾ LED സ്പീഡ് നമുക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഹാർഡ്വെയർ ലെവലിൽ അല്ലെങ്കിൽ കമ്പോണന്റ് ലെവലിൽ അവിടെ നമുക്ക് ചേഞ്ചസ് വരുത്തേണ്ടി വരും. വീണ്ടും അത് സോൾഡർ ചെയ്ത് മാറ്റി പുതിയത് കണക്ട് ചെയ്യണം. അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ കുറേ നേരം ഇരിക്കണം, സമയം കുറച്ച് പോകുമായിരുന്നു. പക്ഷെ നമുക്കൊരു ക്വാളിറ്റി എഡ്യൂക്കേഷൻ അതിൽ നിന്ന് കിട്ടിയിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം, അന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഇൻഫർമേഷൻ ഇന്നത്തെ പോലെ ഇന്റർനെറ്റിലോ ഗിറ്റ്ഹബിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സർക്യൂട്ടിന്റെ റിപ്പോസിറ്ററിയിൽ നിന്നൊന്നും നമുക്ക് കിട്ടത്തില്ല. നമ്മൾ ആകപ്പാട് ചെയ്യുന്നത് എന്താ, ഇലക്ട്രോണിക്സ് ഫോർ എവരിബഡി അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ഫോർ യു അല്ലെങ്കിൽ ഏതെങ്കിലും നല്ല മലയാളം മാസികകൾ, അപ്പൊ അങ്ങനെയുള്ള ബുക്കുകളുടെ ഒരു കളക്ഷൻ നമ്മൾ മേടിക്കാൻ വേണ്ടി ഇങ്ങനെ നടക്കും, ബുക്ക് സ്റ്റോളുകളിൽ നോക്കി. അങ്ങനെ കിട്ടുന്ന ബുക്കിലെ കാര്യങ്ങൾ കൃത്യമായിട്ട് വയർ ചെയ്ത് അങ്ങനെ ഒരു പഠിച്ചിരുന്ന കാലഘട്ടമായിരുന്നു. അപ്പൊ നമുക്ക് ആരോടും ഡൗട്ട് ചോദിക്കാനോ ഒന്നും പറ്റത്തില്ല, അല്ലെങ്കിൽ അത്രമേൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാർക്ക് വളരെയധികം തിരക്കുള്ള കാലഘട്ടമായിരുന്നു. അപ്പൊ നമ്മളിങ്ങനെ ഓരോ പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും വഴി ചെയ്തു പോകുന്നിരുന്നു. അപ്പൊ ഇതിൽ നിങ്ങളുടെ അനുഭവം എന്താണ്? നിങ്ങളും ഇതേ ട്രാക്കിൽ കൂടെ തന്നെ വന്നിട്ടുള്ള ആളാണെങ്കിൽ അതിന്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ ഷെയർ ചെയ്യണേ. ഇനി നമുക്ക് പുതുയുഗത്തിലേക്ക് കിടക്കാം. ഏകദേശം 2005 കഴിഞ്ഞപ്പോഴേക്കും തന്നെ മൈക്രോ കൺട്രോളർ വളരെ വ്യാപകമായിട്ട് എല്ലാ മേഖലയിലും തന്നെ ഹോബി സർക്യൂട്ട് ഉൾപ്പെടെയുള്ള മേഖലയിൽ ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പൊ അത് പ്രകാരം ഇപ്പൊ നമുക്കറിയാം, ഏത് കുഞ്ഞു കുട്ടിയോട് ചോദിച്ചാലും അർഡിനോ പ്രോഗ്രാമിംഗ് അറിയാം. അർഡിനോ വെച്ചിട്ട് വിവിധ തരത്തിലുള്ള പ്രോജക്റ്റുകൾ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒത്തിരി കഷ്ടപ്പെടേണ്ട, സിഗ്നലിനെ പ്രോസസ്സ് ചെയ്യാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടി സർക്യൂട്ട് വലിച്ചു നീട്ടി സമയം മെനക്കെടുത്തേണ്ട, നമുക്കൊരു USB കേബിൾ കണക്ട് ചെയ്ത് ആവശ്യമുള്ള സെൻസറുകളെല്ലാം മൊഡ്യൂളായിട്ട് കിട്ടുന്ന ഒരു കാലമായി. പണ്ടൊക്കെ ഒരു ടെമ്പറേച്ചർ സെൻസർ നമ്മൾ നിർമ്മിച്ച് കാലിബ്രേറ്റ് ചെയ്തെടുക്കണമെങ്കിൽ അതിന് തൊട്ട് കുറേ ഓപ്പാമ്പ് കണക്ട് ചെയ്യണം, സ്കെയിൽ ചെയ്യണം, ഒത്തിരി ചടങ്ങുകളുണ്ട്. ഇന്ന് അതെല്ലാം കൂടെ അടങ്ങിയിട്ടുള്ള ഒരു സിംഗിൾ മൊഡ്യൂൾ നമുക്ക് വളരെ കുറഞ്ഞ വിലയിൽ കിട്ടും. അപ്പൊ ആദ്യം തന്നെ അതിന്റെ ആ പഴയ സിസ്റ്റത്തിലേക്ക് പുറകെ പോകത്തില്ല. കാര്യം സംഗതി ശരിയാണ്, കാരണം ഇത്രയും ചെറിയ സാധനം നമുക്കുള്ളപ്പോൾ പിന്നെ എന്തിനാണ് നമ്മൾ പുറകോട്ട് പോകുന്നത്? അപ്പൊ ഇതെടുത്ത് നമ്മൾ ജസ്റ്റ് ജമ്പർ വയർ ഇട്ട് കണക്ട് ചെയ്യുന്നു. ഇപ്പൊ മെയിൽ ടു ഫീമെയിൽ കണക്ടർ, അങ്ങനെ പലതരത്തിലുള്ള കണക്ടറുകളുണ്ടല്ലോ. അപ്പൊ അത് ഉപയോഗിച്ച് നമ്മുടെ ബ്രെഡ് ബോർഡ് കണക്ട് ചെയ്ത് നമ്മൾ USB കൊടുത്ത് ഒരു കോഡ് ബ്ലോക്ക്, അതും ഇപ്പൊ ChatGPT അല്ലെങ്കിൽ ക്ലോഡോ ഉപയോഗിച്ചിട്ട് നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നു, നേരെ ബേർഡ് ചെയ്യുന്നു, നമുക്ക് റിസൾട്ട് കിട്ടി. അപ്പൊ ഇവിടെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ ചിന്തിക്കുന്ന നിമിഷം തന്നെ ഏത് പ്രോജക്റ്റും ഒരു രാത്രി കൊണ്ട് നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാം. സോഫ്റ്റ്വെയർ അപ്ഡേഷൻ വരുത്തി കഴിഞ്ഞാൽ പാരാമെട്രിക് ആയിട്ടുള്ള വേരിയേഷൻസ് വരുത്താം. ഇതൊക്കെ ഇതിന്റെ അഡ്വാൻറ്റേജ് ആണ്. വെബുമായിട്ട് കണക്ട് ചെയ്ത് ലൈവായിട്ട് എവിടെ നിന്ന് വേണമെങ്കിലും നോക്കാം, ഓക്കെയാണ്. പക്ഷേ ഒരു കാര്യം അവിടെ മിസ്സിങ് സംഭവിക്കുന്നുണ്ട്. ഈ ഹാർഡ്വെയർ ലെവലിൽ നടക്കുന്ന കാര്യം എന്താണെന്ന് ആരും അവിടെ ചിന്തിക്കുന്ന പോലും ഇല്ല. എന്തിനാണ് ചിന്തിക്കുന്നത് എന്ന് ചോദിക്കുവാണെങ്കിൽ ഒരൊറ്റ അർത്ഥമേ ഉള്ളൂ, നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിയുമ്പോൾ നമ്മൾ ആകെ കുഴയും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ എത്ര പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ കോഡ് ചെയ്തെന്ന് പറഞ്ഞാലും ചിലപ്പോൾ ഒരു ഹാർഡ്വെയർ ഗ്ലിച്ച്, ഒരു ഡീകപ്ലിംഗ് കപ്പാസിറ്റർ അവിടെ കൊടുക്കേണ്ടതിന്റെ അഭാവം കൊണ്ടായിരിക്കും ആ സിഗ്നൽ നോയിസിങ് വന്നുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഇറസ്പെക്റ്റീവായിട്ട് ബിഹേവ് ചെയ്യുന്ന ചില സർക്യൂട്ടുകൾ, അല്ലെങ്കിൽ ട്രിഗറിങ് മോശമായിട്ട്, അല്ലെങ്കിൽ ഒരു ഇൻപുട്ടും ഇല്ലാതെ ഏതെങ്കിലും സമയത്ത് റാൻഡമായിട്ട് വാല്യൂ മാറും. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ നമ്മളെ കൊണ്ടെത്തിക്കുന്നത് നമ്മുടെ ആ പഴയ സർക്യൂട്ടിലേക്കായിരിക്കും. അപ്പം ബേസിക് ആയിട്ടുള്ള ഒരു ഹാർഡ്വെയർ സിസ്റ്റം അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറയുന്ന കോഡിംഗ് കൊണ്ടുള്ള ഗുണം ഉണ്ടാകത്തുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെ മറ്റൊരു എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ക്ഷമ എന്നുള്ളത് പണ്ടത്തെ അത്ര ഇപ്പൊ ഇല്ലാന്ന് തോന്നുന്നു. കാരണം പെട്ടെന്ന് കണക്ട് ചെയ്ത് കിട്ടുന്നു, നമ്മൾ സ്പീഡിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കുത്തിയിരുന്ന് ചിന്തിക്കാനുള്ള തല ഉപയോഗിക്കുന്ന പ്രോസസ്സ് അവിടെ കുറഞ്ഞു പോയി. ഇപ്പൊ നമുക്കറിയാം, ഒരിടയ്ക്ക് ആണെങ്കിൽ ഗിറ്റ്ഹബ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇൻസ്ട്രക്ട് ലാബ്, അതുപോലുള്ള കമ്മ്യൂണിറ്റിയിലൊക്കെ പോയി നമ്മൾ ഒത്തിരി സർക്യൂട്ടുകളൊക്കെ ഡൗൺലോഡ് ചെയ്തു. അതും പഴങ്കഥയായി. ഇപ്പൊ ChatGPTയോടോ ജെമിനിയോടോ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സർക്യൂട്ട് ആയി തരാൻ പറഞ്ഞ ഒരു നിമിഷങ്ങൾക്കുള്ളിൽ തരും, അതിന്റെ കോഡും കിട്ടും. അപ്പൊ പിന്നെ നമ്മൾ ചിന്തിക്കുന്നില്ല അവിടെ. അപ്പം ഒരു ട്രബിൾ ഷൂട്ടിംഗ് സ്കില്ല് അല്ലെങ്കിൽ ഒരു റൂട്ട് കോസ് കണ്ടെത്താനുള്ള ആ ഒരു സ്കില്ല് നമുക്ക് പതുക്കെ കുറഞ്ഞു വരുന്നുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ. അപ്പോൾ വളരെ സമ്മറൈസ് ചെയ്ത് പറയുവാണെങ്കിൽ, നിങ്ങൾക്ക് ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു പ്രോട്ടോടൈപ്പ് വളരെ പെട്ടെന്ന് വേണമെങ്കിൽ നമുക്ക് ഈ പറയുന്ന ന്യൂ ജനറേഷൻ ഐറ്റംസ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് പെട്ടെന്ന് ബിൽഡ് ചെയ്യാം.
എഫക്റ്റീവാണ്, കാര്യങ്ങളെല്ലാം ഫ്ലെക്സിബിലിറ്റി ഉണ്ട്, പ്രോഗ്രാം മാറ്റുന്നതനുസരിച്ച് ഹാർഡ്വെയറെ മാറ്റം വരുത്താതെ ചെയ്യാൻ പറ്റും. പക്ഷെ അതല്ല, നിങ്ങൾക്ക് ഇൻഡെപ്തി പഠിക്കണം, നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു കാര്യം ഡിസൈൻ ചെയ്തെടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പഴയ സർക്യൂട്ടിനെ വിട്ടുകളയരുതെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനി നമുക്ക് രണ്ടാമതായി സർവീസ് സെക്ടറിലേക്ക് വരാം. ഇലക്ട്രോണിക് ഇൻഡസ്ട്രിയിൽ ഒരിക്കലും നമുക്ക് മാറ്റിവെക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് സർവീസ്. വിൽപ്പന നടത്തിയാൽ മാത്രം പോരല്ലോ, സർവീസും ചെയ്യണം. അപ്പോൾ പണ്ടത്തെ സർവീസിങ് രീതി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു ടെക്നീഷ്യൻ ആണെങ്കിൽ അദ്ദേഹത്തിന് കിട്ടുന്നത് ഒരു ബുക്ക്ലെറ്റ് അല്ലെങ്കിൽ ഒരു കാറ്റലോഗ് ആയിരിക്കും. അത് വെച്ച് കൃത്യമായിട്ട് ചാർട്ടുകൾ വെച്ചിട്ടാണ് അദ്ദേഹം ഒരു പ്രോഡക്റ്റ് ട്രബിൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. വളരെയധികം ലിമിറ്റേഷൻ ഉള്ള കാലഘട്ടമാണ്. കാരണം പ്രത്യേകിച്ച് വലിയ ഉപകരണങ്ങളൊന്നുമില്ല. ഒരു മൾട്ടിമീറ്റർ, പ്രത്യേകിച്ച് ഒരു അനലോഗ് മൾട്ടിമീറ്റർ ഒക്കെ കാണത്തുള്ളൂ. അപ്പോൾ ആ മൾട്ടിമീറ്റർ വെച്ച് കൃത്യമായ വോൾട്ടേജുകൾ മനസ്സിലാക്കി ശരിയാക്കണം. അതുപോലെ തന്നെ ഒരു പ്രോഡക്റ്റ് ശരിയാക്കണമെങ്കിൽ ഹനുമാൻ മല ചുമന്നുകൊണ്ട് വരുന്ന പോലെ എല്ലാ കമ്പോണന്റും വീട്ടിൽ കൊണ്ടുവന്ന് റെഡിയാക്കണം. അങ്ങനത്തെ ചില പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു പണ്ടുണ്ടായിരുന്നത്. പക്ഷെ കുറച്ചൊന്ന് ചിന്തിച്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരു പ്രശ്നത്തിന്റെ റൂട്ട് കോസ് തുടങ്ങുമ്പോൾ തന്നെ അത് കണ്ടുപിടിക്കാൻ സാധിക്കും. ഒന്നും വേണ്ട, പണ്ടത്തെ ഒരു TV സർവീസ് ചെയ്യുന്ന ഒരാളിനെ ശ്രദ്ധിച്ചാൽ മതി. കൃത്യമായിട്ട് ആ ലക്ഷണം, ഒരു ചെറിയൊരു അപശബ്ദം പോലും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഒരു കോയിലിൽ ഉണ്ടാകുന്ന ഒരു ഫ്ലക്ച്വേഷൻ, ഒരു പൾസിങ് സൗണ്ട് പോലും അത് എന്തിന്റെ ഡാമേജ് കൊണ്ടാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് അന്നുണ്ടായിരുന്നു. ഇന്നത്തെ സർവീസിങ് രീതി എന്ന് പറയുന്നത് വളരെ മോഡുലാറായിട്ടുള്ള ഒരു അപ്രോച്ചാണ്. സാധനം മേടിക്കുക, ജസ്റ്റ് ഊരുക, പ്ലഗ് ആൻഡ് പ്ലേ, അടുത്തതിൽ കൊണ്ടുപോയിടുക, ബോർഡ് മാറ്റുക എന്നുള്ള പരിപാടിയാണ് ഇന്ന് ഏറ്റവും കൂടുതലുള്ളത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ, വീട്ടിലെ തത്തയുടെ കാലൊടിഞ്ഞാൽ തത്തയെ മാറ്റി പുതിയ തത്ത ഇടുന്ന പരിപാടി. അതായത് കൂടെ അവിടെ തന്നെയുണ്ട്, തത്ത മാത്രം വ്യത്യാസം. അത് തന്നെയാണ് ഇന്നത്തെ സർവീസിംഗിൽ നടന്നു വരുന്നത്. അപ്പോൾ ഇവിടെ പെട്ടെന്നുള്ള സർവീസിങ് എളുപ്പമാണ്. ഇന്നിപ്പോൾ ഒരു വാഷിംഗ് മെഷീൻ കേടായിട്ട് നമ്മൾ ഒരു ടെക്നീഷ്യനെ വിളിക്കുകയാണെങ്കിൽ ആരും അവിടെ ഇരുന്ന് ഓൺ ബോർഡ് സർവീസിങ് ചെയ്യത്തില്ല. നേരെ കമ്പനിക്ക് അയച്ചു കൊടുത്തേ ഉള്ളൂ. കമ്പനി അത് റീഫർബിഷ് ചെയ്തിട്ട് പുതിയ പ്രോഡക്റ്റോ അല്ലെങ്കിൽ വേറെ രീതിയിലേക്ക് അടുത്ത കസ്റ്റമറിന് കൊടുക്കാനുള്ള രീതിയിൽ അവർ സെറ്റാക്കി എടുക്കുന്നുണ്ട്. അവർ നല്ല രീതിയിൽ അതിന് ലാഭം കൊയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. ശരിക്കും ചെറിയ എന്തെങ്കിലും ഫോൾട്ടേ അവിടെ കാണത്തുള്ളൂ. ഇപ്പൊ ഇൻ കേസ് ഒരു ചിപ്പ് കത്തിപ്പോയതാണെങ്കിൽ കൂടി പ്രോഗ്രാം ചെയ്ത് വേറൊരു ചിപ്പ് മാറ്റിയിട്ടാൽ ശരിയാവുന്നതേ ഉള്ളൂ. കൂടുതൽ പ്രശ്നങ്ങൾ 90% വരുന്ന പവർ സപ്ലൈ സൈഡിലാണ്. പ്രത്യേകിച്ച് SMPSന്റെ സെഷനിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ കണ്ടുവരുന്നത്. ഇപ്പൊ ഇന്ന് അതാരും ഒന്നും മെനക്കെടാറില്ല, ജസ്റ്റ് ബോർഡ് റീപ്ലേസ്മെന്റ് മാത്രമേ അവിടെ നടക്കുന്നുള്ളൂ. പിന്നെ സർവീസിങ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ പണ്ട് വളരെ കുറവായിരുന്നു, ഇന്ന് കൂടുതലാണ്. പക്ഷെ അത് നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം ഈ ബോർഡ് അവിടെ മാറുമ്പോൾ തീർച്ചയായിട്ടും അതിന്റെ ചെലവുണ്ട്. വരുന്ന ആൾക്ക് അത് സർവീസിങ് ചാർജ് കൊടുക്കണം, കമ്പനിക്ക് അതിൽ നിന്ന് ഒരു പ്രോഫിറ്റ് വേണം. അതെല്ലാം സംഗതി ശരിയാണ്. അപ്പൊ സർവീസിങ് ഒരു സാധാരണക്കാരെ സംബന്ധിച്ചോളം പണ്ട് 10-100 രൂപയ്ക്ക് തീരുന്ന പരിപാടി ഇന്ന് തൊട്ട് കഴിഞ്ഞാൽ 1000 രൂപയ്ക്ക് മേളിൽ പൊള്ളുന്ന പരിപാടിയിലേക്ക് മാറിയിട്ടുണ്ട്. പിന്നെ നല്ല ചിപ്പ് ലെവലിലുള്ള ടെക്നീഷ്യന്മാർക്ക് ഇന്ന് പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം പണ്ടത്തെ പോലെ ത്രൂ ഹോൾ കമ്പോണൻസ് ഉള്ള കൺസ്യൂമർ ഇലക്ട്രോണിക് ഡിവൈസുകളൊക്കെ ഇന്ന് വളരെയധികം കുറവാണ്. അപ്പം SMD ഡിവൈസിൽ നല്ല പ്രാഗൽഭ്യമുള്ള ആൾക്കാർക്കാണ് ഇന്നത്തെ മേഖലയിൽ ഒരു വിധത്തിൽ പ്രശ്നമില്ലാതെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നത്. പിന്നെ ഇതിനെല്ലാം ഉപരി മറ്റൊരു കാര്യമുണ്ട്. ഒരു സാധനം നമ്മൾ സർവീസ് ചെയ്യുമ്പോൾ അതിന്റെ ഒരു ഡെഡ് കോസ്റ്റ്, അതായത് നമ്മളിപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു കമ്പോണന്റ് നമ്മൾ കേടായി പോയെന്ന് വിശ്വാസത്തിൽ നമ്മൾ മാറ്റിയിടും. പക്ഷെ അപ്പോഴത്തേക്കും ആ കമ്പോണന്റ് പോകും, തൊട്ടപ്പുറത്തുള്ളത് പോകും. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതൊരിക്കലും നമുക്ക് ഉപഭോക്താവിന്റെ അടുത്തുനിന്ന് വാങ്ങാൻ പറ്റത്തില്ല. അപ്പൊ ആ ഒരു അവസ്ഥയെ നമ്മൾ തന്നെ അതിന്റെ ഒരു കോസ്റ്റ് കയ്യിൽ നിന്ന് എടുക്കേണ്ട അവസ്ഥയൊക്കെ വരുന്നുണ്ട്. അതൊക്കെ നമ്മൾ സർവീസ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും അത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് റിസ്ക് ഉള്ള പണി തന്നെയാണ് ഈ ഒരു സർവീസിംഗ് മേഖല. ഇനി ഒരു പക്ഷെ നാളത്തെ സർവീസിംഗ് മേഖല നോക്കുവാണെങ്കിൽ ഇതിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമായിരിക്കും. ഒരു പക്ഷേ തെർമൽ ഇമേജുകൾ വെച്ചിട്ട് AI ബേസ് ചെയ്തിട്ട് ഏത് സെക്ഷനിലാണ് കൂടുതൽ കറണ്ട് ഫ്ലോ വരുന്നത്, അല്ലെങ്കിൽ ആ ഒരു സിഗ്നലിന്റെ എന്താ പറയുക പാറ്റേൺ ഒരു ജസ്റ്റ് ഒരു കണക്ടർ വഴി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി ക്ലൗഡിൽ പോയി അല്ലെങ്കിൽ കമ്പനിയുടെ സെർവറിൽ പോയിട്ട് കൃത്യം പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞു തരുന്ന ടെക്നോളജികളൊക്കെ വരുന്ന അതിവിദൂരമല്ല. അപ്പൊ അത്രയധികം മാറ്റങ്ങളും ഇതിൽ വരുന്നുണ്ട്. മാറ്റങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ക്വാളിറ്റി ഓഫ് ലൈഫ് കൂടും. പക്ഷെ എന്താ പറയുക, ഇതിന്റെ ഇൻഡെപ്തിലുള്ള അനാലിസിസിലേക്ക് ആരും പോകുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യം. പിന്നെ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് പഴയ ടെക്നീഷ്യൻസ് തീർച്ചയായിട്ടും അപ്ഗ്രേഡേഷൻ അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ പഠിച്ചെടുക്കണം, ടൂളുകൾ മനസ്സിലാക്കണം. കാരണം ഇതൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ ഇന്നത്തെ കാലത്തൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ. എന്തിനേറെ പറയുന്നു, നമ്മുടെ LCD അല്ലെങ്കിൽ LED TVകൾ ആൻഡ്രോയിഡ് ബേസിലേക്ക് മാറിയപ്പോൾ തീർച്ചയായിട്ടും എല്ലാ കമ്പോണൻസും മൊഡ്യൂൾ ബേസ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ ഒരു മേഖല മാത്രം ഒതുങ്ങുന്നതല്ല. ഇലക്ട്രോണിക്സ് എവിടെയുണ്ടോ അവിടെ എല്ലാ സർവ്വ മേഖലയിലും ഇത്തരം മാറ്റങ്ങൾ വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഓട്ടോമൊബൈൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, പണ്ട് ഇലക്ട്രോ മെക്കാനിക്കൽ പാർട്സുകൾ പ്രത്യേകിച്ച് ഇലക്ട്രിക്കൽ കാര്യങ്ങളായിരുന്നു കൂടുതലുണ്ടായിരുന്നത്. അതായത് ഒരു ബ്രേക്ക് ചവിട്ടുമ്പോൾ ലിവർ വന്നടിച്ച് ലൈറ്റ് എത്തുന്നതാണെങ്കിൽ ഇന്ന് ഹാളറിക് സെൻസറുകളോ അല്ലെങ്കിൽ അതുപോലുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജികളായിരിക്കും വരുന്നത്. പിന്നെ വണ്ടിയുടെ കൺട്രോൾ സിസ്റ്റം, അതിന്റെ എന്തിനു പറയണം, വണ്ടിയുടെ ചെറിയ ഒരു കട്ടറി ചാടുവാണെങ്കിൽ പോലും അത് റെക്കോർഡ് ചെയ്ത് വെക്കുന്ന ലോഗിംഗ് സിസ്റ്റമായി വണ്ടിക്കകത്തുണ്ട്. ഇനി മൂന്നാമതായിട്ടും അവസാനമായിട്ടും പറയാനുള്ള നമ്മുടെ ഈ ഒരു കൺസ്യൂമർ ഏരിയയിൽ വന്നിട്ടുള്ള വ്യത്യാസം.
പണ്ട് നമ്മളൊരു ഡിവൈസ് മേടിക്കുവാണെങ്കിൽ അത് നമ്മുടെ സ്വന്തം എന്ന് പറയാൻ പറ്റും. പക്ഷെ ഇപ്പം നമ്മുടെ അങ്ങ് സ്വന്തം അല്ല. ഇത് പറയുമ്പോൾ നിങ്ങൾ ഓർക്കും ഞാനെന്തോ ഈ പറയുന്നതെന്ന്. പറയാൻ പോകുന്ന ഇതാണ്, ഇന്ന് നമ്മൾ മേടിക്കുന്ന ഒട്ടുമിക്ക ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും സ്വാഭാവികമായിട്ടും IoT എനേബിൾ അല്ലെങ്കിൽ വൈഫൈ കണക്ട് ചെയ്തിട്ട് ഡാറ്റ റിലേ ചെയ്യാവുന്ന സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഡിവൈസ് വരുമ്പോഴേക്കും ആ ഡിവൈസിന് എന്ത് മാറ്റം വരുത്തണമെന്ന് കമ്പനിക്ക് തീരുമാനിക്കാൻ പറ്റും. ഇപ്പം നിങ്ങളൊരു ഫോൺ മേടിച്ചു കഴിഞ്ഞാൽ 3 വർഷം കഴിയുമ്പം കമ്പനിക്ക് ഒരു അപ്ഡേറ്റ് നൽകി നിങ്ങളുടെ ഫോണിനെ പെർഫോമൻസ് ഡീഗ്രേഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് പുതിയത് ഒരെണ്ണം മേടിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുകയും ചെയ്യും. ഇത് തന്നെ നമ്മുടെ ഹോം അപ്ലയൻസിനും താമസിക്കാതെ തന്നെ വരുന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പം നിങ്ങളൊരു ലൈറ്റ്, ഒരു അടിപൊളി നല്ല ഒരു RGB ലൈറ്റ് മേടിച്ചു. ആദ്യത്തെ ഒരു 6 മാസം ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് തരും. 6 മാസം കഴിഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ മാത്രമേ കത്തത്തുള്ളൂ എന്നൊരു കണ്ടീഷൻ വന്നാലും, അത് പ്രത്യേകിച്ച് ഒരു IoT ഡിവൈസ് ആണെങ്കിൽ, കാരണം നിങ്ങൾ ഫോണിൽ തിരിക്കുമ്പോൾ ഒരു ലൈറ്റിൻ്റെ ആ ഒരു ഷെയ്ഡും കാര്യങ്ങളൊക്കെ മാറുന്ന ഫീച്ചർ കിട്ടണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. പൈസ മന്ത്ലി ഇത്ര വീതം അടച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ആ അവസ്ഥ ഒന്ന് ആലോചിക്കുക. അപ്പോൾ ഭാവിയിലെ സർവീസുകൾ അതേ രീതിയിലായിരിക്കും പോകുന്നത്. ഇപ്പം നമ്മുടെ കൺട്രോളിൽ തന്നെയാണ്. ഇപ്പോൾ ഒരു വാഷിംഗ് മെഷീൻ മേടിച്ചാലും ഇൻഡക്ഷൻ കുക്കർ മേടിച്ചാലും എല്ലാം സർവീസും കാര്യങ്ങളെല്ലാം അതിൽ തന്നെയുണ്ട്. പക്ഷെ നാളെ നിങ്ങളുടെ വാട്ടർ പ്യൂരിഫയർ നിങ്ങളോട് പറയുന്നതിനെക്കാട്ടിൽ മുമ്പ് നിങ്ങളുടെ കമ്പനിയോട് പറയും ഈ വാട്ടർ പ്യൂരിഫയറിന്റെ സർവീസ് ഡേറ്റ് ആയി, അത് വന്ന് ശരിയാക്കണം. അപ്പോൾ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് ഈ പറയുന്ന നമ്മൾ തിരക്കേറിയ ജീവിതത്തിൽ മറന്നു പോകുന്ന പല കാര്യങ്ങളും ഓട്ടോമാറ്റിക്കലി ചെയ്തു പോകാൻ പറ്റും. രണ്ടാമതൊരു ചതിക്കുഴി എന്താന്ന് പറഞ്ഞാൽ, അവർക്ക് നിങ്ങളുടെ മേഖലയിലുള്ള ഒരു കൺട്രോൾ എപ്പോഴും കാണും. ഒരു ഫിസിക്കലായിട്ടില്ലെങ്കിൽ പോലും അവിടെ ഒരു മായ പോലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പിന്നെ എല്ലാവരും പറയുന്ന ഒരു വളരെ കോമൺ ആയിട്ടുള്ള ഒരു കംപ്ലൈന്റ് ആണ്, പണ്ടത്തെ ഒരു പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി ഇന്നത്തെ കമ്പോണന്റിന് ഇല്ല. സ്വാഭാവികമായിട്ടും വില കയറ്റം വരുമ്പോൾ അത് പിടിച്ചു നിർത്താനും കമ്പോണന്റിന്റെ സൈസ് വെയിറ്റ് ഒക്കെ കുറയ്ക്കണമെങ്കിൽ തീർച്ചയായിട്ടും എന്തെങ്കിലുമൊക്കെ ഒന്ന് കോംപ്രമൈസ് ചെയ്തേ പറ്റൂ. അത് യാഥാർത്ഥ്യമാണ്. പക്ഷെ ചിലത് നമുക്ക് കണ്ടില്ലെന്ന് വെക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് ലൈറ്റിംഗ് സിസ്റ്റം ഒക്കെ എടുക്കുവാണെങ്കിൽ ആദ്യകാലത്ത് LED ഒക്കെ വന്നിരുന്ന നല്ല ഹീറ്റ്സിങ്, നല്ല സ്റ്റാൻഡർഡൈസ് ചെയ്തിട്ടുള്ള LEDകളാണ്. പക്ഷെ ഇപ്പൊ ഇറങ്ങുന്ന മിക്ക LEDകളും ഒന്നല്ലെങ്കിൽ ഫ്ലിക്കറിങ്, അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ബ്ലൂ ലൈറ്റിന്റെ പ്രസൻസ്, അല്ലെങ്കിൽ വിറയല്, അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. ഞാൻ പ്രത്യേകിച്ച് വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, നല്ല കമ്പനി ബ്രാൻഡഡ് ആയിട്ടുള്ള LED ആണെങ്കിൽ കൂടി അതിനകത്ത് ഉപയോഗിക്കുന്ന കപ്പാസിറ്ററോ അല്ലെങ്കിൽ അങ്ങനെയുള്ളതൊക്കെ വളരെ വാല്യൂ കുറവായിരിക്കും. അത് കാരണം അങ്ങനത്തെ ചില പ്രശ്നങ്ങളും ഇപ്പോഴും ഉടലെടുക്കാറുണ്ട്. ക്വാളിറ്റി വളരെയധികം പൂറാന്ന് വേണമെങ്കിൽ പറയാം. അതിന് വേറൊരു കാരണം കൂടെ ഉണ്ട്, കമ്പനികളുടെ പ്ലാൻഡ് ആയിട്ടുള്ള ഒബ്സർവൻസ്. അതായത് ഇന്ന പ്രോഡക്റ്റ് ഇത്ര നാളെ ലൈഫ് സ്പാൻ കാണാവൂ, അത് കഴിയുമ്പോഴൊക്കെ പുതിയ മേടിക്കണം കസ്റ്റമർ. ആ രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള പ്രോഡക്റ്റുകൾ അറിഞ്ഞോ അറിയാതെയോ ഇറക്കുന്നുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പിന്നെ ഞാൻ അടുത്തായിട്ട് പറയാൻ പോകുന്ന ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അത് എനിക്ക് മാത്രമാണോ ഇനി അതോ നിങ്ങൾക്കും അത് ഫീൽ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം. പല മൊബൈൽ കമ്പനികളും നമ്മുടെ ഫോണിൽ നിന്ന് 3.5 mm ജാക്കുകൾ കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം കൂടുതലായിട്ട് അവർ വയർലെസ് ഹെഡ്സെറ്റുകളെ അതുപോലെ തന്നെ USB ബേസ് ചെയ്തിട്ടുള്ള അവരുടെ പ്രോഡക്റ്റുകളെ മേടിക്കാൻ വേണ്ടി പ്രൊമോട്ട് ചെയ്യുന്നതാണെന്ന് തീർച്ചയായിട്ടും നമ്മൾ സംശയിക്കേണ്ട കാര്യമാണ്. അതായത് ഒരു കമ്പനി ഒരു പ്രോഡക്റ്റ് ഇറക്കുമ്പോൾ അതേ എക്കോസിസ്റ്റത്തിൽ തന്നെ അവരെ നിർത്തുക. ഒരു ഉപഭോക്താവിന് വേറൊരു പ്രോഡക്റ്റ് മേടിച്ച് അതിൽ കണക്ട് ചെയ്യാനുള്ള ഒരു സാധ്യത നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മൊബൈൽ ഫോണിൽ മെമ്മറി കാർഡ് എടുത്ത് കളയുന്നത് വലിയൊരു ബുദ്ധിമുട്ടായെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. കാരണം നമ്മൾ പലരും പണ്ട് നമ്മുടെ ഫോണിൽ ഓഫ്ലൈനായിട്ട് പാട്ടുകൾ ആസ്വദിച്ചിട്ടുണ്ടെന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് പ്രത്യേകിച്ച് ആർട്സ് ഒന്നും വേണ്ട, നമുക്ക് MP3 ഡൗൺലോഡ് ചെയ്ത് കേൾക്കാം. വളരെയധികം കൺവീനിയന്റ്, നെറ്റിന്റെ ആവശ്യം പോലും ഇല്ല. പക്ഷെ ഇന്ന് ഇപ്പം പലതരത്തിലുള്ള സ്ട്രീമിംഗ് സർവീസുകൾ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ആരും അങ്ങനെ ഓഫ്ലൈനായിട്ട് കേൾക്കുന്നില്ല. ഉണ്ടെങ്കിൽ തന്നെ വളരെ വിരളേ ഉള്ളൂ. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണം. അപ്പം അങ്ങനെ ഒരു സിനാരിയോ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ കൂടുതൽ ഓൺലൈൻ ആയിട്ടുള്ള ആപ്പുകൾ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ഫോഴ്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ രണ്ടാമതായിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്, നിങ്ങൾ സ്മാർട്ട് വാച്ച് മേടിക്കുവാണെങ്കിൽ ഓരോ കമ്പനിക്ക് ഓരോ ടൈപ്പ് കണക്ടറുകളായിരിക്കും. നിങ്ങൾക്ക് യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു ആക്സസിബിലിറ്റി ഇല്ല. ഈയിടയ്ക്ക് ആപ്പിള് അവരുടെ ലൈറ്റ്നിങ് ചാർജർ മാറ്റി USB ആക്കണമെന്ന് ആവശ്യപ്പെട്ടതിന്റെ കാര്യം ഇതാണ്. ഉപഭോക്താക്കൾക്ക് 100 കൂട്ടം ചാർജറുകൾ കൊണ്ടു നടക്കേണ്ട ഒരു ആവശ്യം അവിടെ വരരുത്. ഒരു ചാർജറിൽ തന്നെ എല്ലാ പരിപാടിയും നിർത്തണം. ഇതിനെല്ലാം ഉപരി രസകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ കമ്പനിക്കാര് ഞങ്ങൾ പ്രകൃതി സംരക്ഷണമെന്ന് പറഞ്ഞ ഹെഡ്സെറ്റ് ഒഴിവാക്കി ചിലപ്പോൾ ഈ കുറെ നാൾ കഴിയുമ്പോൾ ചാർജർ ഇല്ലാത്ത ഫോൺ മാത്രമുള്ള ബോക്സ് ഉണ്ട്, അങ്ങനെ ആക്കി. പക്ഷെ എന്തുകൊണ്ട് അവര് യൂണിവേഴ്സൽ കോമ്പാറ്റബിലിറ്റി എന്നുള്ള ഒരു മോഡ് ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. ഇനി ഒരു പക്ഷെ ഭാവിയിൽ നമ്മുടെ ഈ ഡിവൈസുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും അടി കൂടുന്നതൊക്കെ നമ്മൾ ഇനി കാണാനിരിക്കുന്നേ ഉള്ളൂ. 2 AI ചാറ്റ് ബോട്ടുകൾ തമ്മിൽ മിങ്കിൾ ചെയ്യുന്നതൊക്കെ നിങ്ങൾ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഇലക്ട്രോണിക് ഡിവൈസുകൾ ഒരു ബോർഡ് മറ്റൊരു ബോർഡുമായിട്ട് പിണങ്ങി മാറി നിൽക്കുന്നതും ഫാൻ ട്യൂബുമായിട്ട് പിണങ്ങുന്ന കാലഘട്ടമൊന്നും അടുത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഉടനെ തന്നെ അത് കാണാം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്,
ടെക്നോളജി ഒരിക്കലും നമ്മൾ ഉപേക്ഷിക്കണമെന്നോ അല്ലെങ്കിൽ ടെക്നോളജിക്ക് എതിരാണെന്നോ അല്ല. ടെക്നോളജി നല്ലതാണ്, അതോടൊപ്പം തന്നെ നമ്മൾ ആ പഴയ മൂല്യങ്ങളെ നമ്മൾ ചേർത്ത് പിടിക്കുകയും കൂടി ചെയ്യണം. വന്ന വഴി ഒരിക്കലും മറക്കരുത്. അപ്പൊ ഇതുപോലെയുള്ള നല്ല നല്ല ഇലക്ട്രോണിക്സ് ഫാക്റ്റുകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എന്തിനു പഠിക്കണം, ഇപ്പൊ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ ഹൈപ്പ് ബട്ടൺ ഒന്ന് അടിച്ച് സെറ്റാക്കിയല്ലേ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കൂട്ടുകാർക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കാനും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാനും ശ്രമിക്കുക. അടുത്തൊരു വീഡിയോയിൽ പുതിയ ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ഗുഡ് ബൈ.